ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 8:30 വി ആർ ഓൾറെഡി ലേറ്റ്. ഇൻഡോറിലാണ്. ഇന്നലെ ഈ റൂമിലാണ് സ്റ്റേ ചെയ്ത് 2800 രൂപ കൊടുത്ത്. കുഴപ്പമില്ല. ഫോർ 1 നൈറ്റ് സ്റ്റേ ഇറ്റ്സ് ഓക്കെ. വലിയ നിലവാരമൊന്നുമില്ല, പക്ഷെ കൊടുത്ത ബഡ്ജറ്റിന് ഇറ്റ്സ് ഓക്കെ. ഇനി ഇവിടുന്ന് പോയേക്കുവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ പൂനെ. നൗ ടൈം ഇസ് 8:40. അങ്ങനെ ഇൻഡോറിൽ നിന്ന് പൂനെയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇൻഡോർ ടു പൂനെ ഈസ് ഓൾമോസ്റ്റ് 14 hours ജേർണി. വി ആർ ഓൾറെഡി ലേറ്റ്. ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ മണി 8:40. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഹോട്ടൽ കഞ്ചൻ തിലക്. ഇതിൻ്റെ തൊട്ടടുത്ത് ചപ്പൻ ദുക്കാൻ എന്ന് പറഞ്ഞിട്ട് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഈട്രീസിൻ്റെ കുറേ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണത്. അപ്പോൾ ഇതാണ് ഇൻഡോർ സിറ്റി, ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. അതറിയാനുണ്ട്. ഇവിടുന്ന് പയ്യെ പുറപ്പെട്ടിരിക്കുകയാണ് ടുവേർഡ്സ് നെക്സ്റ്റ് സിറ്റി വിച്ച് ഇസ് ഇൻ മഹാരാഷ്ട്ര, പൂനെ. ഇൻഡോർ സിറ്റി സജീവമാകുന്നേ ഉള്ളൂ. ഇപ്പോൾ പുറത്ത് ടെമ്പറേച്ചർ 16 ഡിഗ്രിയാണ്. ഇവിടുത്തെ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അത്യാവശ്യം ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഈ സിറ്റി ക്ലീനാക്കി ഇടാനായിട്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു വ്യത്യാസം അറിയാനുണ്ട്. കമ്പാരിറ്റീവ്ലി തൂപ്പും തുടപ്പും ഒക്കെ നടക്കുന്നുണ്ട് കാര്യമായിട്ട്. ഇനി നല്ലൊരു ഓടമുണ്ട് ടുവേർഡ്സ് പൂനെ. ഏകദേശം 14 മണിക്കൂറുണ്ട്. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. പയ്യെ നേരം ധൃതി പിടിക്കുന്നില്ല, പയ്യെ റിലാക്സ് ചെയ്ത് ഓടിച്ച് പോകാൻ പരിപാടിയാണ്. ലൊക്കേഷൻ ഇൻഡോർ. ഇവിടെ ഹൈ ഒക്ടേൻ പെട്രോൾ വലിയ പാടാണ് കിട്ടാൻ. അവസാനം ഒരു BP കണ്ടു. ഇപ്പോൾ സ്പീഡ് അടിക്കുകയാണ് അതിനകത്ത്. ഇവിടെ 114 രൂപയാണ് സ്പീഡിന് റേറ്റ്. ഇവിടെ നിന്ന് അങ്ങ് ഫുള്ള് ചെയ്യുക. പ്രസൻറ്റ് സിറ്റി ഇൻഡോർ സിറ്റി സജീവമായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലൊക്കേഷൻ ഇൻഡോർ. സമയം 8:40. അങ്ങനെ ഇൻഡോറിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇനി ഇവിടെ എവിടെയെങ്കിലും നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പോകാം. നല്ല വിശപ്പ്. ഇപ്പോൾ ഓൾറെഡി മണി 9 ഇന്ന് 11 തീയതി ജനുവരി മാസം 2025. അങ്ങനെ ഞങ്ങൾ പൂനെക്ക് പോകുന്ന വഴിയാണ്. ദ പ്ലാൻ ഇസ് ടു റീച്ച് ഗോവ. ഡൽഹിയിൽ നിന്ന് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. രാത്രിയായപ്പോൾ ഓടി ഇൻഡോറെത്തി. ഇൻഡോറിൽ സ്റ്റേ അടിച്ചു. രാവിലെ ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന സാധനമാണ് പോഹ. ഒരു പ്ലേറ്റ് 20 രൂപ. പോഹയും ചായയും. ഹലോ. ഇതാണ് BRT കോറിഡോർ. ബസ്സിന് വേണ്ടി മാത്രമുള്ള ലൈനാണ്. ഈ ലൈനിൽ കൂടെ ബസ് മാത്രമേ പോകത്തുള്ളൂ. ഇത് പണ്ട് ഡൽഹിയിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ സക്സസ് ആയില്ല. ദാറ്റ് വാസ് എ ഫ്ലോപ്പ്. ഇൻഡോറിൽ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഷെഡാണിത്. ബസ് ഈ ലൈനിലൂടെ ഓടിങ്ങനെ വരും. ഈ ലൈനിൽ വേറെ വണ്ടികൾക്കൊന്നും കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബസ് കയറി വരുന്നുണ്ട്.
ഇപ്പോൾ സമയം 9:30. ഇടയ്ക്ക് ഒരിടത്ത് നിർത്തി ഇവരുടെ ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് പോഹ കഴിച്ചു. പോഹയും ചായയും കൊള്ളായിരുന്നു. വെരി റീസണബിൾ ചീപ്പ് പ്രൈസാണ് ഇവിടുത്തെ ആളുകൾ രാവിലെ ഈ പോഹ ഇതുപോലുള്ള സാധനങ്ങളാണ് കഴിക്കുന്നത്. ഇനിയൊരു 13 മണിക്കൂർ യാത്രയുണ്ട്. ഇൻഡോർന്ന് രാവിലെ ഫുൾ ടാങ്ക് ചെയ്തു. ഇതിൽ ഇനിയൊരു 70 കിലോമീറ്റർ ഓടാനായിട്ടുള്ള പെട്രോൾ ബാക്കിയുണ്ടായിരുന്നു. ഏകദേശം 18.7 സംതിങ് മൈലേജ് കിട്ടിയിട്ടുണ്ട് കാറിനിപ്പം. വളരെ സ്മൂത്തായിട്ടാണ് ഓടിച്ചു തന്നെ, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു ക്ഷീണമില്ല. ഒരുപാട് ഇന്നലെ ഏകദേശം 780 കിലോമീറ്റേഴ്സോളം ഓടിച്ചായിരുന്നു കണ്ടിന്യൂസ്. ഓൾമോസ്റ്റ് 14.5 hours ഡ്രൈവ്. ഒരു പ്രശ്നമില്ല, സ്മൂത്തായിട്ട് ഓടിയെത്തി. ഇനിയുണ്ട് ഒരു 600 കിലോമീറ്റർ പൂനെക്ക്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവിടെ പെട്രോളിന് 114 രൂപയാണ് സ്പീഡാണ് അടിച്ചത് ഭാരത് പെട്രോളിൻ്റെ. ഏകദേശം 5000-ന് മേളിൽ പെട്രോൾ ഇപ്പം കയറിയിട്ടുണ്ട്. ഇന്നലെ വരെ ടോൾ 1300 രൂപയ്ക്ക് ടോളായിട്ടുണ്ട്. സമയം 10 മണി. ആദ്യത്തെ ടോൾ പ്ലാസ കുറച്ച് മുമ്പ് കഴിഞ്ഞു. ഇൻഡോറിൽ നിന്ന് പൂനെക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് നാഷണൽ ഹൈവേ 52. ഈ നാഷണൽ ഹൈവേ 52 നാഷണൽ ഹൈവേ 48-നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബെറ്ററാണ്. അപ്പം വെൻ വി പ്ലാൻ ലോങ് ഡ്രൈവ്, നാഷണൽ ഹൈവേ 52 കടന്നു പോകുന്ന വഴി എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നാഷണൽ ഹൈവേ 48-ലൂടെ പോയി കഴിഞ്ഞ തവണ ഗുജറാത്ത് വഴിയൊക്കെ പോയിട്ട് ഞാൻ മഹാരാഷ്ട്രയിലൊക്കെ കയറിയപ്പോഴത്തേക്ക് ഒരുപാട് പെട്ടുപോയായിരുന്നു. ഈ റൂട്ട് വളരെ നല്ലതാണ്. ഇത് ഡൽഹിയിൽ നിന്ന് ഓടി നമ്മൾ ഇൻഡോർ വരിക. ഇൻഡോറിൽ നിന്ന് പിന്നെ പൂനെയിൽ നിന്ന് പിന്നെ അങ്ങ് ഗോവ വഴി NH-66 കടന്ന് നാട്ടിലോട്ടും പോവാം. ഇൻഡോർ ടു പൂനെ ഏതാണ്ട് 600 കിലോമീറ്ററാണ്. ഇതും അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. ഇനി കവർ ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദുലെയാണ്. മണി 10:30. അങ്ങനെ ഘാട്ട് സെഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇറക്കാം ടുവേർഡ്സ് ദുലെ. ഓൾമോസ്റ്റ് 205 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന് ദുലെ വരെ. റോഡ് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് ഓടിച്ച് പോകാം. ഇത് നാഷണൽ ഹൈവേ 52 ആണ്. കയറ്റ ഇറക്കമാണ്, കൂടുതലും ഘാട്ട് സെഷനാണ്. വരണ്ട് കിടക്കുക, വിൻ്റർ ആയ കാരണം എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് കിടക്കുക. വെളിയിൽ ടെമ്പറേച്ചർ ഇവിടെ കാറിൻ്റെ അകത്ത് കാണിക്കുന്നത് 23.5 ഡിഗ്രി എന്നാണ്. ഇവിടെ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം ചൂടാണ്. ഇടയ്ക്ക് ചെവിയൊക്കെ അടയുന്നുണ്ട്, ആൾട്ടിറ്റ്യൂഡ് വ്യത്യാസമായിരിക്കും. ടൈർ നല്ല സ്മൂത്തായിട്ട് ഓടി പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോഴും ആദ്യത്തെ സ്റ്റോപ്പ് അടിച്ചത് ഈ സ്ഥലത്തായിരുന്നു, കൽഘട്ട്. ഇതാണ് നർമ്മദാ നദി. പക്ഷേ ഇത്തവണ റൂട്ട് വ്യത്യാസമുണ്ട്. ഇൻഡോറിൽ നിന്ന് ഓടിയാണ് ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് ടുവേർഡ്സ് ദുലെ. കഴിഞ്ഞ തവണ നമ്മൾ നേരെ ഈ കൽഘാട്ടിൽ വന്നിട്ട് ബ്രേക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് നർമ്മദാ നദി, മധ്യപ്രദേശ്. ഇവിടെ താഴെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെയും സ്റ്റോപ്പ് ചെയ്തു ജസ്റ്റ് ഒന്ന് നടന്ന് കാണാനായിട്ട്. ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇതാണ് നർമ്മദാ നദി, വലിയ നദിയത്. ദിസ് ഇസ് എ ലൈഫ് ലൈൻ ഫോർ ഗുജറാത്ത് ആൻഡ് മധ്യപ്രദേശ്. ഭയങ്കര രസമുണ്ടാണ്. ഈ സൂം ചെയ്ത് കാണുന്ന ഈ
ഈ ഏരിയയാണ് കൽഘാട്ട് എന്ന് പറയുന്നത്. ഘാട്ട് ഏരിയയാണ്, നർമ്മദ നദിയുടെ തീരത്ത്. പാലം പോകുന്നുണ്ട് പാരലായിട്ട്. ഇവിടെയും പാലമുണ്ട്. കുറച്ചപ്പുറം മാറി അവിടെയും പാലമുണ്ട്. 3 പാലമുണ്ട് ഈ ഏരിയ തന്നെ മാത്രം. കഴിഞ്ഞ തവണ ഇതുവഴി പോകുന്നത് ഓൾട്ടോ കേട്ടൺ വെച്ചായിരുന്നു. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ടൈഗണാണ്, വോക്സ് വാഗൺ. അങ്ങനെ നർമ്മദ നദി കുറുകെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ലൊക്കേഷൻ കൽഘട്ട്. ഭയങ്കര വലിയ നദി ഇത്. ഇവിടെ ട്രക്ക് മറിഞ്ഞ്. മണി 12:20. അങ്ങനെ ഒരു ഘാട്ട് സെക്ഷൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇങ്ങനെ റംബിൾ സ്ട്രൈക്സ് വെച്ചിട്ടുണ്ട്. അത് കാരണം ഒരു സുഖമില്ല. പക്ഷേ ഇത് സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് ഇവന്മാർ മനഃപൂർവ്വം ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒരു മര്യാദയൊക്കെ വേണ്ടിടേ ഇല്ലേ? ഈ റോഡിൽ മുഴുവൻ ഉണ്ട് കണ്ടോ, ബമ്പോട് ബമ്പ്. ഡ്രൈ അല്ലേ ഫുള്ള്. ഇപ്പോഴാണ്, ഈ സമയത്താണ് ആക്ച്വലി എന്താ പറയുക, ഈ കാട്ടുതീയുടെയൊക്കെ ഇതാവുന്നത് അല്ലേ. കുറച്ചുകൂടെ ചൂട് കൂടി കഴിയുമ്പോൾ. ഇപ്പോൾ തണുപ്പാണ്ട് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡ്രൈ ആണ്. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോകുന്നു. ദൂരെ ഒരു പള്ളിയാന്ന് തോന്നില്ലേ, മുസ്ലിം പള്ളി. അത് മേളിലാണ്. ഇത് ബേസിക്കലി ഈ എന്താ പറയുക, സ്പീഡ് ബ്രേക്കേഴ്സ് ട്രക്സിനെ ഉദ്ദേശിച്ച ആക്ച്വലി. എനിക്കാണ് തോന്നുന്നു അല്ലേ. ഇത് ലോജിസ്റ്റിക് റൂട്ടായത്. ട്രക്സ് ഒരുപാടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. ബട്ട് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി അനോയിങ്. മേടിച്ച ടോളിനുള്ള റോഡില്ലത്. സമയം 12:45. മഹാരാഷ്ട്രയിലാണ് ഇപ്പം. മധ്യപ്രദേശിലെല്ലാം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ദുലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ദുലെ ഏതാണ്ട് ഇനി 67 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു NH-52-ൻ്റെ ഈ ഒരു ഭാഗം വളരെ മോശമാണ് റോഡ്. അത് പോരാത്തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബമ്പും വരും. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പൊത്ത പിച്ചക്കാരൻ ബസ്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച സ്റ്റേറ്റ് ആണോ മഹാരാഷ്ട്ര? നാഷണൽ ഹൈവേ 52-ൻ്റെ ഈ മഹാരാഷ്ട്രയിലെ ഈ ഒരു ഭാഗം ദുലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. വളരെ മോശമാണ്. മഹാരാഷ്ട്ര ഒരു ദുരന്തം പിടിച്ച സ്റ്റേറ്റാണ്, പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ റോഡ് വളരെ മോശമാണ്. മണി 12:45. പുറത്തിപ്പം 26 ഡിഗ്രി ടെമ്പറേച്ചറാണ്. സമയം 1:20. ഇതുവരെ 234 കിലോമീറ്റർ ഓടി. ഏകദേശം 4 മണിക്കൂർ യാത്ര ഇതുവരെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇപ്പോൾ 19 കിലോമീറ്ററൊക്കെ മൈലേജ് കാണിക്കുന്നുണ്ട്. ഈ യാത്ര ഇപ്പോൾ ദുലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഡോറിൽ നിന്ന് തുടങ്ങിയ ഒരു നല്ലൊരു ദൂരം കവർ ചെയ്യാനുള്ളത് ഈ ദുലെ എന്ന സ്ഥലമാണ്. ഓൾമോസ്റ്റ് 200+ കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇനി ഒരു 24 കിലോമീറ്ററുടെ ഓടമുണ്ട്. പിന്നെ ദുലെ കഴിഞ്ഞാൽ പിന്നെ നാസിക്, അങ്ങനെ ഓടി അങ്ങ് പൂനെക്ക് പോകും. ഈ ഒരു റൂട്ടിൽ ഈട്രീസൊക്കെ വളരെ കുറവാണ്. ഡാബ ആയാലും ഹോട്ടലായാലും വലിയ ശോകമാണ്. അതുകൊണ്ട്
ഈ യാത്രയിൽ ഈ റൂട്ടിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ എന്തെങ്കിലും കരുതിക്കോണം, ഇല്ലെങ്കിൽ പണിയാവും. കൂടുതലും ഘാട്ട് ഏരിയയാണ്, കയറ്റവും ഇറക്കമാണ്. നാസിക്കിന് ഇനി 180 കിലോമീറ്റർ, മുംബൈക്ക് ഇനി 360. സമയം 1:30. റോഡ് കണ്ടീഷൻസ് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പാച്ച് വർക്കൊക്കെ ഉണ്ട്, പൊട്ടിപ്പൊളി കിടപ്പുണ്ട്. ഓടിച്ചു പോകുന്നേ ഉള്ളൂ. മണി 1:45. ഫൈനലി ദുലെ എന്ന സ്ഥലം കടന്നു. ഇൻഡോർ ടു ദുലെ ഏകദേശം 4 മണിക്കൂർ ഓട്ടം ഉണ്ട്. ഇനി അടുത്ത ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് നാസിക്കാണ്. ഇനിയുള്ള ഓട്ടം നാസിക്കിലേക്കാണ്. നാസിക് ഈസ് ആക്ച്വലി വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ മുന്തിരി പാടങ്ങളും മുന്തിരിത്തോട്ടവും പിന്നെ വൈൻ ഡിസ്റ്റിലറി ബ്രൂവിങ് ഇതെല്ലാം നടക്കുന്ന സ്ഥലമാണ്. So we are heading towards Nasik. ഇപ്പോൾ 2:30 ഓടിച്ചൊരു വഴിയായി. 300 കിലോമീറ്റർ വരെ ഓടിയ ഇൻഡോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല വിശപ്പ്. അങ്ങനെ ഒരിടത്ത് കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഈ റൂട്ടിൽ ഈട്രീസൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഓടിച്ച് വന്നപ്പം കണ്ടതിൽ കൊള്ളാവുന്ന ഒരു ഇതിലാണ് ഇപ്പോൾ നിർത്തിയേക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ് മഹാരാഷ്ട്ര മറാഠി ഗുജറാത്തി പാപ്പഡ്. മലേഗാവ് പോകുന്ന വഴിക്കാണിത്. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയതാണ് ഭക്ഷണം കഴിക്കാൻ. ഇതാണ് ഇവിടുത്തെ വെജ് താലി. ഒരു പനീറിൻ്റെ സബ്ജി, പിന്നെ നമ്മുടെ നാട്ടിലെ കടലക്കറി, ഡാൽ, ഇതൊക്കെ തന്നെ. വിശന്ന് കറങ്ങി നിൽക്കുകയായിരുന്നു. ഉള്ളതാട്ടെ. ഹോട്ടൽ കൃഷ്ണ മലേഗാവ് അടുപ്പിച്ചാണ് ഈ ഹോട്ടൽ. കുഴപ്പമില്ല ഭക്ഷണം. നല്ല വിശന്നിരുന്നത്, അത് കാരണം വലിയ ആശ്വാസമായി. ഇനി ഇവിടുന്ന് പോയേക്കുവാണ് ടുവേർഡ്സ് പൂനെ. ടാറ്റയുടെ ഒരു ചേസായത്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവർ. മണി 4:45. നാസിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം സവാള ഇങ്ങനെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ സവാള കൃഷി. അണിയൻ, ബിഗ് അണിയൻ ഈ പോകുന്ന വഴിയിലെല്ലാം കാണാം. ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇന്ത്യയിലേക്ക് ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം സവാള, ഉള്ളി കയറി പോകുന്നത്. നാസിക്കിന് ഇനി ഏകദേശം 71 കിലോമീറ്റർ ഉണ്ട് പോകാൻ. നാഷണൽ ഹൈവേ 52. റോഡ് കണ്ടീഷൻസ് ആർ ഓക്കെ, പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഈ സ്പീഡ് ബ്രേക്കറുകളാണ്. ഇനിയും ഒരു 6 മണിക്കൂർ യാത്രയുണ്ട് പൂനെ സിറ്റി എത്താനായിട്ട്. പൂനെയിൽ ഈ യാത്ര അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു ഘാട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പ്രശ്നമല്ല, ഈ സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ചിട്ടുണ്ട്, അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അതർവൈസ് നല്ല രസമാണ് ഈ റോഡിൽ കൂടെ ഓടിച്ചു പോകാൻ. പവറിനൊന്നും ഒരു പ്രശ്നമില്ല. Nobody can say that this is just a 3-cylinder turbo engine. അത്രയ്ക്ക് സൂപ്പർ ഫൈൻ പെർഫോമൻസ് ആണ്. ടോട്ടലി ഹാപ്പി.
സ്മൂത്തായിട്ടാണ് വലിഞ്ഞ് കയറുന്നത്. നല്ല മൈലേജ് ഉണ്ട്. മലയൊക്കെ വെട്ടി തുരന്ന് നാഷണൽ ഹൈവേ ഉണ്ടാക്കി വെച്ചേക്കുക. ലോറികളൊക്കെ പയ്യെ മന്ദം ലോഡുമായിട്ട് കയറുന്നുണ്ട്. സമയം 5:15. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലാണ്, മഹാരാഷ്ട്ര, ഓൺ അവർ വേ ടു നാസിക്, പൂനെ പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് ഗ്രേപ്സ്, മുന്തിരിപ്പാടം. ഈ മുന്തിരിപ്പാടം കണ്ടിങ്ങനെ നിർത്തിയതാ. So these are grapes. On our way to പൂനെ, നാസിക് അടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലാണ്. ഈ പരിസരം മുഴുവൻ കൃഷിയാണ്. അപ്പോൾ ഇതാണ് ഗ്രേപ്സ്. നാസിക് is considered as India's wine capital. ആണ് ഗ്രേപ്സ്, മുന്തിരിപ്പാടം. ഇത് ഈ ഗ്രേപ്സിൻ്റെ ഉണങ്ങിയ വള്ളികളാണ്. നല്ല സ്ട്രോങ് തടി കണക്കിരിക്കുക. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ഉണ്ടാകാറുള്ളൂ എന്നാണ് ഇതിൻ്റെ ഇവിടുത്തെ ആ പണിക്കാരൻ പയ്യൻ പറഞ്ഞത്. ഈ ഏരിയയിൽ മുഴുവൻ ഉള്ളി കൃഷിയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, വിൽപ്പനയും ഒരു യാർഡാണിത്. ലോറിക്കണക്കിനാണ് ഉള്ളി ഇവിടെ നിന്ന് കയറിപ്പോകുന്നത്. അങ്ങനെ ഈ ദിവസത്തെ സൺസെറ്റും കണ്ടു. പെട്ടെന്ന് കണ്ട ചവിട്ടിയതാണ്. ടൈഗർ റോഡിൽ സേഫായിട്ട് ഒതുക്കി നിർത്തിയേക്കുക. ഈ പരിസരം മുഴുവൻ മുന്തിരി കൃഷിയും ഉള്ളി കൃഷിയൊക്കെ തന്നെയാണ്. ഈ കാണുന്നതാണ് മുന്തിരിപ്പാടം, ഗ്രേപ്സ്. ഈ സ്റ്റേറ്റ് ഹൈവേ രണ്ട് സൈഡിലും ഫുള്ള് കൃഷിയാണ്, കൃഷിയിടങ്ങൾ മാത്രമാണ്. മുന്തിരിപ്പാടങ്ങൾ, ഇതിൽ മുന്തിരി ഉണ്ട്. ഈ മുന്തിരി ഉള്ള സ്ഥലത്ത് ഇവന്മാർ പേപ്പറിൽ പൊതിഞ്ഞിട്ടേക്കുക. മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തൂടെ ആണ്ടയക്കുന്ന മുന്തിരി അടിപൊളി. ഇത് പച്ചയാന്ന് തോന്നുന്നു, പച്ച വെറൈറ്റിയാണ്. ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. ഇപ്പം മുന്തിരി തോട്ടത്തിനകത്താണ്. ഇതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസാ. ഓൺ അവർ വേ ടു പൂനെ. ഇപ്പം നാസിക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കിസ്മിസ് മേടിച്ചു. നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ മുന്തിരി. Now time is 8 o'clock. അങ്ങനെ 463 കിലോമീറ്റർ ഓടി. ഇതുവരെ ഏകദേശം 10 മണിക്കൂർ യാത്ര കണ്ടിന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്. പൂനെ എത്താൻ ഇനി ഒരു 150 കിലോമീറ്റർ ഉണ്ട്. രാത്രി 11:40 ആവും പൂനെ എത്താൻ. റോഡ് കണ്ടീഷൻസ് ഒന്നും ഇതുവരെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാച്ചും റോഡ് അണ്ടർ കൺസ്ട്രക്ഷനൊക്കെ ഉണ്ട്. എന്നാലും സ്മൂത്തായിട്ട് ഓടിപ്പോവാം. മേപ്പിൾസ് മാപ്പ് മൈ ഇന്ത്യ വെച്ചിട്ടാണ് നാവിഗേറ്റ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല മാപ്പാണ്. എനിക്കെന്തോ ഗൂഗിൾ മാപ്സിനേക്കാളും ശരിക്കും ഇഷ്ടപ്പെട്ടു. വണ്ടി 19 കിലോമീറ്റർ 18 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് വരുന്നുണ്ട്. ഐ എം ക്വൈറ്റ് ഹാപ്പി. ദൈവം സഹായിച്ച് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. മണി 9:20. ഓടിച്ചൊരു വഴിയായി. പയ്യെ നടു നേർക്കാൻ എഴുന്നേറ്റ്. ഇനി ഒരു 86 കിലോമീറ്റർ ഓടാറുണ്ട് പൂനെ എത്താനായിട്ട്. നമ്മുടെ ടൈഗൻ കിട് വണ്ടി കേട്ടോ. ഐ എം സൂപ്പർ ഹാപ്പി വിത്ത് ദിസ്. നല്ല മൈലേജും ഉണ്ട്, പവറും ഉണ്ട്. മണി 9:45. ഫ്രണ്ടിൽ ഒരു ഹെക്ടർ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ മഹീന്ദ്രയുടെ ഒരു ടെസ്റ്റ് മ്യൂൾ അടിച്ചു വിട്ട് പോകുന്നുണ്ട്. ടെസ്റ്റ് മ്യൂൾ വേണ്ട ഓടിച്ചൊരു വഴിയായി. മണി ഇപ്പോൾ 11:20. 13 മണിക്കൂറും 610 കിലോമീറ്റർ ഓടിച്ച് അങ്ങനെ ഇൻഡോറിൽ നിന്ന് പൂനെ സിറ്റി എത്തിയിരിക്കുകയാണ്.